വരുന്ന സമയത്ത് ഒരിക്കലും ഇത്രയും സ്വപ്നം കണ്ടിട്ട് വന്നിട്ടുള്ള ഒരാളെ അല്ല കേട്ടോ. വന്ന സമയത്ത് ആകെപ്പാടെ ഒരു കാര്യം സ്വപ്നം കണ്ടിരുന്നു, ഒരു റൗണ്ട് പൊട്ടിച്ചെടുക്കാം. എന്താ മറഡോണ, ഇനി നമുക്ക് ഇത് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് ചട്ടി മാറ്റി വെച്ചതിന് ശേഷം സുന്ദര വീണ്ടും എല്ലാവരോടും പറയാണ് ഒരുപാട് നന്ദി. കുട്ടിപ്പട്ടാളങ്ങളുടെ കൂടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വയോട്ടാ, ഇന്ന് നമുക്ക് തെങ്ങ് കയറാൻ വരുന്ന ദിവസമായിട്ടാ. അപ്പോൾ ചട്ടികളൊക്കെ മാറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ കറി വയ്ക്കാനായിട്ട് നമ്മുടെ മുരിങ്ങക്കായും അതേപോലെ തന്നെ ഒരു കാബേജും പൊട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ ഇതാ അത്യാവശ്യം മൂത്ത് തുടങ്ങി. അപ്പം ഇനി നിർത്തിയാൽ ശരിയാവില്ല. അപ്പോൾ ഒരു 3 എണ്ണം പൊട്ടിക്കട്ടെ. മുകളിലൊക്കെ ഉണ്ട് കേട്ടാ. ഇതേ കണ്ടോ, ഇതൊക്കെ പൊട്ടിക്കാറായി. ഇതാ അപ്പം മുരിങ്ങക്കായും മാങ്ങി കൂടി വയ്ക്കാന്ന് വെച്ചിട്ടിരിക്കണേ. മുരിങ്ങക്കായേ പൊട്ടിക്കുമ്പോൾ എന്നിട്ടെന്നറിയോ, പൂവും കൂടി കൊഴിയാ. ആ 2 എണ്ണം കൂടി പൊട്ടിച്ചെടുക്കാം. എന്താണ് നമ്മുടെ പട്ടാള? അപ്പതാ 4 മുരിങ്ങക്കായാട്ടോ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാങ്ങ വേണം. അതെ, തെങ്ങ് കയറാൻ വരില്ലെന്ന് വിചാരിച്ചിട്ടേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇങ്ങോട്ട് കള്ളിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ആ സങ്കടം മുഴുവൻ പറയുന്നുണ്ട് അവര്. ഭയങ്കര വിഷമം പറഞ്ഞോണ്ടിരിക്കുക. മുഖത്ത് കണ്ടോ നിരാശ കണ്ടോ അവരുടെ. വിഷമിക്കണ്ടാട്ടോ അമ്മയുടെ കുട്ടികൾ, വിഷമിക്കണ്ടാട്ടാ. വിടാ, വരണ്ട് അമ്മ വരണ്ട്. പണികൾ കഴിയുമ്പോൾ അമ്മയുടെ കുട്ടികളെ എടുത്തിരിക്കുക വരണ്ട് കേട്ടാ. തെങ്ങ് കയറി പോയി കഴിഞ്ഞാൽ അമ്മയുടെ കുട്ടികളെ ഇങ്ങോട്ട് തന്നെ ആക്കണ്ട് കേട്ടാ. ആ ഇപ്പൊ വരും തെങ്ങ് കയറുന്ന ആള് കേട്ടാ. നല്ല കുട്ടികളായിട്ടിരിക്കും, കരയണ്ട. അയ്യോ എന്തൊരു സങ്കടം പൊന്നി. കരയണ്ട, അമ്മയുടെ കുട്ടികൾ കരയണ്ടടാ. നമ്മളെ പരിപ്പും മാങ്ങയും മുരിങ്ങക്കായും കൂടിയിട്ടാണ് വെക്കണത്. അപ്പം മാങ്ങയും കൂടി പൊട്ടിച്ചിട്ട് പിന്നെ കാബേജ് പൊട്ടിക്കും പോകാന്ന് വെച്ചു. നമ്മുടെ അവിടുത്തെ വളപ്പിലാണെങ്കിൽ കയ്യെത്തണോടത്താ. ഇവിടത്തേക്ക് താഴത്തെ കൊമ്പോളൊക്കെ വെട്ടി കളഞ്ഞിട്ടേ മുകളിലായി. ഇപ്പം എനിക്ക് കാബേജ് പൊട്ടിക്കാട്ടാ. അതേ ഇവിടെ നമ്മൾ ഹാങ് എനിക്ക് നന്നാവണില്ല. കാക്കയുടെ വന്നിട്ട് വെറുതെ കൊത്തി വലിച്ചിടുക. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ ഞാൻ ചട്ടിവയിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും കാക്കകൾ ഇങ്ങനെ വലിച്ചിടുക. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടു. അപ്പോൾ ഇതും കാക്കകൾ ഇങ്ങനെ വെടിച്ച് കണ്ടോ താഴേക്ക് കൊത്തി വലിച്ചിടുക. അതെന്താണ് അപ്പോൾ ഇങ്ങനെ? ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും അധികം തിന്നാൻ കിട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുണ്ടാണോ ആവോ? ഭയങ്കര വലിച്ചു കളയല. നമ്മളിവിടെ എന്താ 2 എണ്ണം പണിയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ, ഞാൻ വീഡിയോയിൽ പറയണതാ. പണിതു അതെന്താണെങ്കിലേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഇവിടെ നമ്മൾ 2 സൈഡിലും മണ്ണെല്ലാം എടുക്കണേ. അപ്പോൾ ഇവരെ ഇവിടെ കൂളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത്രയും ടൈലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് പിന്നെ ഇവിടെ കിടന്ന് ആ നനവോട് കൂടിയിട്ട് കുത്തിയും പറയാം അവർ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ ഒന്ന് മെറ്റലിടാന്ന് വെച്ചു. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കുഴി കുത്തിയിട്ട് നല്ല മണ്ണാണ് ഇവിടുത്തെ. കുഴി കുത്തി കുറച്ച് മണ്ണ് ഇവിടെ നിന്ന് നീക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ കിടക്കണ ഈ കല്ലും ചട്ടിയും പോലത്തെ കുറേ കണ്ടോ, ഇതൊക്കെയും ആ കുഴിയിലേക്ക് ഇടും. എന്നിട്ട് ഇവിടെ മെറ്റലിടണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ
കഴിയാനുണ്ട്. അത് കണ്ടാണ് കുട്ടി പട്ടാളങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടു പോകണം. അവരുടെ എന്താ പറയുക, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ നമ്മൾ സ്പീഡ് വിചാരിച്ചാലും നടക്കണില്ല എല്ലാ കാര്യങ്ങളും. അപ്പം അതിന് വേണ്ടിയിട്ട് അന്നോടെ പണിയുന്നുണ്ട്. കാബേജ് പൊട്ടിക്കാം. നമ്മുടെ റംബൂട്ടാൻ നോക്കിയേ, നന്നായി പൂത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചില റംബൂട്ടാൻ കായ ആയി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ റംബൂട്ടാനും പൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ പറമ്പിലത്തെ കോളിഫ്ലവറും കാബേജും ഇട്ടാ. അപ്പോൾ ഇതാ കോളിഫ്ലവർ ഇതേ ഇപ്പോൾ ഈ ഒരു വരി ഫുള്ള് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ 2-3 ഇവിടുത്തെ പൊട്ടിക്കൽ കഴിഞ്ഞു. അതുപോലെ കാബേജ് 2 വരി ഉണ്ടായിരുന്നത് ഫുള്ള് കഴിഞ്ഞു തുടങ്ങിയിട്ട്. അതിന് 3 കൂടി ഉള്ളോ ആ പറമ്പിലുണ്ട് കേട്ടോ. നമ്മുടെ ഇടയിലേ ഓരോ ഇടമഴ വരുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ. ഞാൻ ചട്ടി മാറ്റി വെച്ച് തുടങ്ങിയിട്ടാ. ഇത്രയും ഭാഗമായിട്ട് മാറ്റേണ്ടി വരുമല്ലോ. ഈ ചുറ്റും ഈ ഒരു 3-4 ചട്ടി അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റണ്ട. തെങ്ങിൻ്റെ ആ ചുറ്റിരിക്കുന്ന ഭാഗത്ത് മാത്രം. ഇതേ ഇങ്ങനെ മാറ്റുമ്പോൾ എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ചട്ടി വേലൊക്കെ വെച്ചിട്ട് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ നിറച്ചിങ്ങനെ കവിഞ്ഞിങ്ങനെ വരുന്ന സമയമായിരിക്കും. ആ സമയത്ത് മാറ്റുമ്പോൾ ഒരു വിഷമാണ്. കാരണം ഇതേപോലെ വളർന്ന ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മാറ്റേണ്ടവരല്ലേ. കേട്ടോ, നല്ല രസമായിട്ട് വരുന്ന സമയമാണ്. ഇവിടെ ഇത്രയും മാറ്റി കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ തെങ്ങിൻ്റെ കിടക്കലത്തെ മാറ്റി കൊടുക്കാം. നമ്മുടെ ചാമ്പേമെന്ന് ഇല കൊഴി നോക്കിയേ, എന്തുമാത്രം ഇല കൊഴിയാന്നറിയോ. ഇനിയപ്പോൾ നമ്മുടെ കറികളൊക്കെ വെക്കാൻ നിൽക്കട്ടെ. നമ്മുടെ കാബേജ് ഇട്ടാ. അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങണേക്കാളും മുന്നേ തന്നെ പരിപ്പ് വേവിക്കിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പരിപ്പ് കറി വയ്ക്കുന്ന ദിവസം കുക്കറിൽ ഇടാത്ത ദിവസം ഇട്ടാൽ ചില ദിവസം കുക്കറിലിടാൻ തോന്നില്ല. അങ്ങനെയുള്ള ദിവസം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിരാടും. എന്നിട്ട് പിന്നെ കാലത്തിലിട്ട് വേവിക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഇവിടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയ്ക്ക് വേഗം നുറുക്കി അടുപ്പത്തിട്ടെ. പിന്നെ അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ അമൃതസൂട്ടിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ട ദിവസമാണ്. കുറച്ച് ഉഷാറൊക്കെ ആയിട്ടുണ്ട്, കാൽമത്ത് നീരൊക്കെ ഇത്തിരി കുറവായിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് കൊണ്ടുപോകണം. എന്നാലും ഞാൻ ഒത്തിരി പേടിച്ചുവിട്ടെ നമ്മുടെ അമൃതസൂട്ടിനെ കുറിച്ച്. കാരണം എന്താണെന്നറിയോ, അവൻ ഇത്രയും പ്രായമായില്ലേ, പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കെടുപ്പിലാവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ആയിരുന്നു എനിക്ക്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആളിങ്ങനെ അവനെ ഞാൻ കൊണ്ട് നടന്നിരുന്നു. ചങ്ങനയും വിട്ടിട്ടായാലും അവൻ പോണടത്തി നോക്കി കുറച്ച് നേരമൊക്കെ കൊണ്ട് നടന്നിരുന്നു കേട്ടാ. അപ്പം ഇന്ന് കറിയൊക്കെ വെച്ചിട്ട് അവനെ കൊണ്ട് പോകണം. ഇന്ന് പിന്നെ അമൃതസൂട്ടിനെ കൊണ്ടുപോകാൻ ആയിട്ടില്ല കേട്ടാ. അപ്പം നമ്മുടെ ആൻ്റേട്ടനെ വിളിച്ചിട്ടുണ്ട്. അപ്പം ആൻ്റേട്ടനോട് വേഗം വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് വേഗം കൂട്ടാൻ വിളിച്ച് കഴിക്കണം. നമ്മുടെ പരിപ്പ് വെന്ത് കിടക്കണേൽ നമുക്കിതാ മുരിങ്ങക്കായും മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കതിര് കറിവേപ്പില, ഇതിലേക്ക് ആവശ്യത്തിന് ഇതാ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയ്ക്കിഞ്ഞ് കിടന്ന് വേവട്ടെ. നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയ്ക്ക് ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളിതാ ഇത്തിരിയോളം നാളികേരം. ഈ നാളികേരം ഉണ്ടല്ലോ നല്ല വെണ്ണ പോലെ അരക്കില്ല കേട്ടോ. ഇതൊന്ന് കഴുകിയെടുക്കാം.
ഒന്ന് അരിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നന്നായി അരിഞ്ഞിട്ടുണ്ട്, അന്ന് അരിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അരിഞ്ഞിട്ടില്ല. അതേപോലെ അത് ചെറുതായിട്ടൊരു തരിതരിപ്പ് പോലെ ഉണ്ടാവണം കേട്ടോ. ഇതാണ്. പിന്നെ ഈ നാളികേരം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ തിളപ്പിക്കില്ല, ചൂടായി വരുന്നതോട് കൂടി തന്നെ ഇത് ഓഫ് ചെയ്യും. അപ്പോൾ കണ്ടു, ഇതേ അരിവശയ്ക്ക് നന്നായി ചൂടായി തുടങ്ങി. ആ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടോ, ഇനി താളിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കടുകും മുളകൊക്കെ കൂടി താളിച്ച് നമ്മുടെ ചീനിച്ചട്ടി തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ച് നമ്മുടെ കാബേജിന് വേണ്ടിയിട്ട് കടുകൊക്കെ പൊട്ടിച്ചു, 2 വറ്റമുളക് ഇട്ടു. നമ്മുടെ മുളകൊക്കെ ആയി വരുന്നതോട് കൂടി കാബേജിൽ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളകും വേപ്പിലൊക്കെ കൂടിയിട്ട് നന്നായിട്ട് തിരുമ്പിടുത്തു. ഉപ്പിട്ടിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ചേച്ചി പറഞ്ഞ എന്താണ്, നമ്മുടെ കമൻറ്റിൽ പറഞ്ഞ എന്താട്ടാ ചേച്ചി, ഉപ്പ് കാബേജ് വയ്ക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇടാൻ, അപ്പം ഇങ്ങനെ വെള്ളം ഉണ്ടാവില്ല. അത് ഇപ്പോൾ തൊട്ടപ്പോൾ ഞാൻ കാബേജ് വയ്ക്കുമ്പോൾ അങ്ങനെയാണ്, ഏറ്റവും അവസാനമാണ് ഉപ്പിടുക. ഇപ്പം നോക്കിയാൽ കാബേജ് വെന്തു, പക്ഷെ ഇത് കണ്ടോ വെള്ളം ഒന്നുമില്ല കേട്ടോ. ഈ സമയത്താണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. കാബേജ് തന്നെ റെഡിയായി. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ തെങ്ങ് കയറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ അമൃതസിനും കൊണ്ട് പോകാൻ നോക്കട്ടെ. കണ്ടോ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോ നോക്കി അമൃതസൂട്ട് ഉഷാറായി. ചങ്ങല ഞാൻ പിന്നെ ഇട്ടില്ല, അങ്ങോട്ട് വേണ്ടി വരാണെങ്കിൽ മാത്രം കൈ പിടിച്ചതാ. നമ്മുടെ അമൃതസിനൊക്കെ കൊണ്ടുപോയി വന്നപ്പോഴേക്ക് നാളെയൊക്കെ ഇടല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചക്കിടാൻ പണ്ടായിരുന്നു, അപ്പൊ എന്നെ വെയിറ്റ് ചെയ്ത് നിന്നു കുമാർ. അപ്പൊ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൂട്ടി കയറ്റിയിട്ടാ തൽക്കാലം. അപ്പൊ നമ്മുടെ കല്യാണിക്കുട്ടി നോക്കിയേ, കല്യാണിക്കുട്ടി മാത്രം കയറാൻ നിന്നില്ല കേട്ടോ. കിണുക്കുട്ടി നോക്കിയേ, കല്യാണിക്കുട്ടി എന്താ കയറാണ്ടിരുന്നേ? എന്താ കല്യാണിക്കുട്ടി കാണി ചിരിച്ച് നിൽക്കുള്ളു. എന്താ കയറാണ്ടിരുന്നേ? എന്താ കയറാണ്ടിരുന്നേ? അവള് മാത്രം കയറിയില്ല, ചെക്കന്മാരൊക്കെ കയറി. എൻ്റെ ചിരിച്ചിരിക്കുക പാറുട്ടി. അപ്പോൾ മാക്സിമം ചക്ക നമ്മൾ ഏറ്റവും മുകളിലിട്ടാ ഒക്കെയാണ് ഇടുന്നത്. ഏതാ? അതന്നെ ഏറ്റവും മുകളിലത്തെ. മതി, മതി. നമ്മളെ 4 ചക്ക ഇടിച്ചുള്ള കേട്ടാ, മൂത്തിട്ടില്ല. അതാ പറയണേ. ഇവിടെ നോക്കുമ്പോ ചക്ക വലിപ്പം തോന്നുന്നുണ്ടേ, അപ്പൊ മൂക്കാത്തിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ ഇപ്പൊ തെങ്ങ് കയറാൻ വരുന്നത് കുമാറാണ്. എപ്പോ വിളിച്ചാലും വരും പിന്നെ ആള് അല്ലേ. നാട്ടിലേക്ക് അങ്ങനെ എപ്പോഴും പോവൊന്നുമില്ല അല്ലേ. മാസത്തിൽ കഴിച്ചു പോവല്ലേ. അപ്പൊ കുഴപ്പമില്ല. തെങ്ങ് കയറി കഴിഞ്ഞപ്പോഴേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ ഞാൻ കൂട്ടിന്ന് അയച്ചു വിട്ടു കേട്ടോ. അപ്പം ഞാനിവിടെ നാളികേരം പറക്കാൻ വന്നപ്പോഴേക്കും അവരവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ഒരു തെങ്ങും പട്ട ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതും അവർ കളിച്ചിരുന്നോളും. ഭയങ്കര ഇഷ്ടമാണ് ഒരു തെങ്ങും പട്ട കിട്ടുക, അല്ലെങ്കിൽ ഒരു കവുങ്ങും പട്ട കിട്ടുക. പുതിയതായിട്ട് കിട്ടണം കേട്ടോ, പഴയതുകൾ കിട്ടിയാൽ പോരാ, പുതിയതായിട്ട് കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനായിട്ട്. പിന്നെ തെങ്ങ് കയറുമ്പോൾ ശരിക്കും എനിക്ക് കൂടുതൽ ഓർമ്മകളാണ്. ഓരോ വട്ടം തെങ്ങ് കയറുമ്പോഴും കേട്ടോ. കാരണം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തേ ഇവിടെ ഇതേപോലെ പറമ്പുണ്ട്. അപ്പോൾ അത് തെങ്ങ് കയറി കഴിയുമ്പോൾ കുറേ പട്ടയും നാളികേരമൊക്കെ കൊണ്ടുവരാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എനിക്ക് പട്ടയൊന്നും വെട്ടാനൊന്നും അറിയും കൂടിയില്ല. അപ്പോൾ അന്ന് അമ്മ പട്ട വെട്ടാൻ പഠിപ്പിച്ചെന്ന് ഓർമ്മ. പിന്നെ നാളികേരയിലും ഇതേപോലെ നമ്മൾ കുറച്ച് ചാക്കിലൊക്കെ പറക്കിയിട്ടിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ ചാക്കിലൊക്കെ ഇടുമ്പോൾ നമുക്കത് പൊന്തില്ല അന്ന്. പക്ഷെ ഇന്ന് എനിക്ക് നിസ്സാരമായിട്ടോ. ഇന്ന് ഞാൻ ചാക്കിലൊക്കെ ഒരുവിധം എന്നിട്ട് പറയുക ഷായറ്റിനോ അല്ലെങ്കിൽ ആളുകൾ പേടിച്ചിട്ടാണ് ഞാൻ ചാക്കിൽ നാളികേരത്തിൻ്റെ എണ്ണം കുറയ്ക്കുന്നത്. ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടുതലിട്ട് ഇങ്ങനെ കൊണ്ടുവരും. കാരണം
കാരണം ചീത്ത പറയുക തന്നെ ഇതേപോലെ കൊണ്ടുപോകണേന്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ഈസി ആട്ടോ എന്ത് കാര്യം ചെയ്യാനും. പിന്നെ നോക്കിയാൽ പട്ടിട്ട് കൊടുത്താൽ പണ്ട് നമ്മുടെ കല്യാണി കുട്ടിയുടെ സാമർത്ഥ്യം നോക്കിയാൽ അവളാണ് ഇതിലെ ഏറ്റവും ദാത. അത് എന്ത് രസമായിട്ടാണ്, ഒരു വേദനയില്ല കേട്ടോ. അതേ കണ്ടോ മർഡോണിനെ ഇട്ട് പതിക്കുന്നുണ്ട് അവള്. അത് അവളുടെ ഇത്. അപ്പുറത്തെ റൊണാൾഡോ മോനും ബോൾട്ട് മോനും, പക്ഷെ അവരൊന്നല്ല. കല്യാണി കുട്ടി ഇങ്ങനെ ഓരോ വികൃതികൾ കാണിക്കുന്ന കാരണം നമ്മുടെ ചെക്കന്മാരായാലും ഇങ്ങനെ എന്താ പറയുക ഒരു ഉഷാറിലിരിക്കണത്. നമ്മളെ ഇവിടെ കൂട്ടിയിരുന്നത് നമ്മൾ ആ കുട്ടിപ്പട്ടാളങ്ങളെ കിടക്കേണ്ട അടുത്തൊരു കല്ല് നമ്മൾ നാളികേരത്തിന് വേണ്ടിയിട്ട് ഇട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അവിടുത്തെ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ കൂട്ടിയിടുക, അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് എടുത്തിടാൻ. അതെ പെയിൻറ്റിങ്ങിനെ വിളിച്ചപ്പോഴേ അവർക്കിപ്പോൾ പെരുന്നാൾ സീസണും പൂരത്തിൻ്റെ സീസണൊക്കെ കഴിഞ്ഞാൽ പെയിൻറ്റിങ് തിരക്ക് കൂടുതലാണ്. അപ്പോൾ അവർ വന്നിട്ടില്ല. പെയിൻറ്റ് ചെയ്യാണ്ട് നമ്മൾ ഇനി വീണ്ടും ആളരൊക്കെ ആ കളിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ബുദ്ധിമുട്ടാവുമല്ലോ. അത് കാരണം ഇവിടെ ഇരുന്നേ. ഞാനിവിടെ നോക്കിയാൽ നാളികേരം പറക്കിയിരുന്നതില്ലേ നോക്കി അപ്പുറത്ത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇങ്ങനെ നോക്കി കേട്ടാ. കാരണം അവർക്ക് നമ്മൾ എന്ത് പണിയെടുക്കാനും നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കണേ. അപ്പം പുറത്തേക്ക് കിടക്കാൻ പറ്റാണ്ടാകുമ്പോൾ ഇതേപോലെ ആ ഗ്രില്ലിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് നോക്കി വെക്കും. നിൽക്കണമെന്ന് നമുക്ക് ശരിക്കും ഭാവം തോന്നും. എല്ലാ പണിയിട്ടിട്ട് അവരുടെ അടുത്ത് പോയിരുന്നാലോ ഒന്നും വരെ തോന്നാറുണ്ട്. ഞാൻ എത്ര വട്ടം ഉണ്ടായേക്കണെന്ന് അറിയൂ. പലപ്പോഴും എൻ്റെ പണി എന്താ പറയുക എടുക്കാൻ വിചാരിച്ചിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ അടുത്തിരുന്നിട്ട് ചില ദിവസങ്ങളിൽ എടുത്ത് കഴിയാൻ പറ്റാത്ത ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവരുടെ ഈ ഒരു സ്നേഹത്തിൻ്റെ മുന്നിലേ. പേളിക്കുട്ടി പിന്നെ ദേ എൻ്റെ പിന്നാലെ ഉണ്ട് കേട്ടാ. കുട്ടിപ്പട്ടാളങ്ങൾക്ക് കടക്കാൻ പറ്റിയെങ്കിൽ അവരുണ്ടായിരുന്നു ഇപ്പം എൻ്റെ പിന്നാലെ. ആ ആ ഞാൻ അടയ്ക്കട്ടെ, വാതിലടയ്ക്കട്ടെ. ബസിക്കുട്ടാ കൂട്ടുപട്ടാളങ്ങളെ പട്ടകൾ കിട്ടിയപ്പോഴേ നല്ല കളിയെ പട്ടയമ്മേ. എന്താ മറഡോണ കളിയൊക്കെ നിർത്തി പോന്നു ഇങ്ങോട്ട്? സുന്ദര ആ അണ്ണന് മണ്ണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ? ആ ഞാൻ അടച്ച് നമ്മളുണ്ടല്ലോ നാളികേരം പറിക്കുന്നതിൻ്റെ ഇടയിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയും എന്താ പറയുക അറിഞ്ഞിരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ സബ് 3 ലക്ഷം ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആവാറായത് എനിക്കറിയായിരുന്നു. അപ്പോൾ അതിപ്പോൾ ആവും ഇന്നത്തെ ദിവസം എന്നുള്ളതൊക്കെ അറിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഷായട്ടൻ ആ ഒരു കാര്യം കൂടി എൻ്റെ ഇടയിൽ ഓടി വന്ന് എന്നോട് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അതേനാ
അപ്പോൾ എല്ലാവരോടും ഒത്തിരി സന്തോഷം. ഞാൻ യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് ഒരിക്കലും ഇത്രയൊന്നും സ്വപ്നം കണ്ടിട്ട് വന്നിട്ടുള്ള ഒരാളെ അല്ല കേട്ടോ. വന്ന സമയത്ത് ആകെപ്പാടെ ഒരു കാര്യം സ്വപ്നം കണ്ടിരുന്നു, 1,00,000 സബ്. അത് എന്താ പറയുക, നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടാനുള്ള ഒരാഗ്രഹമായിരുന്നു. ഞാനിതിലുണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവും കൂടിയാണ് ആ പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാലേ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് 2,00,000 3 ലക്ഷമായി. അപ്പോൾ ഞാനിവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി എന്ന് പറഞ്ഞാൽ തീരുന്നതല്ല ഈ കാര്യമെന്നും എനിക്കറിയാം കേട്ടോ. പിന്നെ ഏറ്റവും നന്ദി പറയേണ്ടത് എൻ്റെ ഷായറിനോടും അതേപോലെ തന്നെ മക്കളോടാണ്. എന്താ പറയുക, അവരൊക്കെയാണ് ശരിക്കും എന്നെ ഇവിടെ വരെ ഇത് കൊണ്ട് നടക്കാനായിട്ട് അത്രയും കൂടെ സപ്പോർട്ട് നിന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീണ്ടും എല്ലാവരോടും പറയാണ് ഒരുപാട് നന്ദി. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ എൻ്റെ നാളികേരമൊന്നും പറക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല, നമുക്കതൊക്കെ ഇനി വീണ്ടും പറക്കിടാൻ പോവാം. അപ്പം നമ്മുടെ നാളികേരമൊക്കെ പറക്കിയിട്ട് കഴിഞ്ഞോട്ടെ. ഇനിയിപ്പോൾ ഇതാ നാഗൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കണം, നമ്മുടെ ചട്ടികളൊക്കെ ഒന്ന് കയറ്റി വയ്ക്കണം. അത്രയും കാര്യങ്ങൾ ഇനി ചെയ്യാനുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ തെങ്ങ് കയറുമ്പോഴുള്ള പണികളും കാര്യങ്ങളൊക്കെ ഇതാ കഴിഞ്ഞോട്ടെ. ചട്ടികളൊക്കെ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വയ്ക്കലും കഴിഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഇന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ട്. കൂടുതലും ഷായിട്ട് പുറത്ത് പോയ കാരണമായിട്ടാ, ഷായിട്ട് വരാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ നേരം വൈകിട്ടാ കഴിക്കാൻ ഭക്ഷണം. അല്ലെങ്കിൽ ഞാൻ നമ്മുടെ പണിയെടുക്കുന്ന ഇടയിലൊക്കെ വിശപ്പ് മാറ്റി തന്നെ. പക്ഷെ കരിക്കും വെള്ളം കുടിച്ചിരുന്നു ഇടയില്. ഞാനതല്ല നോക്കണത്, നോക്കിയേ ഇതിന്റെ കളറ്. മഞ്ഞ പ്ലേറ്റ്, മഞ്ഞ കറി, മൊത്തം മഞ്ഞ. അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ എടുത്തത്. പക്ഷെ ഒരു പ്രത്യേകത, അത് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് നോക്കിയത്. ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഇന്നത്തെ കറി എനിക്ക് നല്ല ഇഷ്ടമുള്ള കറിയാ. നല്ല രസമുള്ള കറി തന്നെയാ. ഇതെല്ലാം പരിപ്പ് ഒഴിച്ചൊക്കെ നമ്മുടെ തന്നെയാ ശരിക്കും. എന്നിട്ട് അവൻ്റെ മുഖത്ത് പെട്ടെന്ന് കടിച്ചു. ഞാനുണ്ടല്ലോ ചക്ക വെട്ടായിരുന്നു കേട്ടോ. കാരണം ചക്ക മുകളിൽ നിന്നിട്ടപ്പോഴേ ഒരെണ്ണം ഇങ്ങനെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, ആ ഭാഗത്ത് കഴുപ്പ് വരാമെന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് കാരണം രാത്രിയിൽ ചപ്പാത്തിയാണ് സാധാരണ മിക്കപ്പോഴും ഉണ്ടാക്കാറ്. അപ്പോൾ ഷായിട്ടും പറഞ്ഞു ഇന്ന് ചപ്പാത്തി വേണ്ട, ഇന്ന് ചക്കപ്പേര് മാത്രം മതിയെന്ന്. അപ്പോൾ എന്തായാലും ചക്ക വെട്ടി നന്നാക്കട്ടെ. നമുക്ക് കൈമ ആവാതിരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ പൊട്ടണല്ലോ. എനിക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കിട്ടിയില്ല, ഒഴിച്ച് വയ്ക്കണേ ഇനി വെളിച്ചെണ്ണ. ഇതാ നല്ല നീളമുള്ള ചോളയാ, വറക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ഒരു തുണ്ട് വറക്കും ചെയ്യാം തോന്നണേ കണ്ടിട്ട്. എന്തായാലും നന്നാക്കിയിട്ട് പറ്റിങ്ങ വറക്കും കൂടി ചെയ്യണം കേട്ടാ. കണ്ടോ, ചോളയൊന്നും നല്ല കനം കുറവാണ് നമ്മുടെ ഈ ചക്കയുടെ. വറക്കാൻ പറ്റിയ ചോളയാ. ഒരു മുറി ചക്ക ഉണ്ടല്ലോ, ഞാനിതാ പറിച്ച് നമ്മുടെ ചവുണിയൊക്കെ കളഞ്ഞ് എടുക്കണം കേട്ടോ. എന്നിട്ട് അത് മുഴുവൻ വെക്കേണ്ട വരില്ല, അതിൽ നിന്ന് കുറച്ച് ഉപ്പേരിക്ക് വയ്ക്കും. പിന്നെ അതിന് ശേഷം ഇത് ഫുള്ള് നന്നാക്കി എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചിരിക്കുക.
അപ്പോൾ ഇതാ നമ്മളൊരു മുറി ഈ ചക്ക നന്നാക്കിയപ്പോൾ ഇത്രയായിട്ട് കിട്ടി നോക്കണേ. അതെ, നല്ല കനം കുറവ് ചോളാന്നേ. അപ്പം എനിക്ക് വറുക്കാതിരിക്കാൻ തോന്നണില്ല, അത്രയും കനം കുറവുണ്ടേ. അതാണ് ഇവര് വറുക്കാന്ന് വെച്ചത്. അപ്പോൾ ഇതാ ചക്ക മെഴുക്ക് കൂട്ടി ഇത് റെഡി ആയിട്ടാണ്. നന്നായിട്ട് വേവണ ചക്ക. അപ്പോൾ എരിശ്ശേരിക്ക് വെക്കാൻ പറ്റിയ ചക്കയാണ്. ഞാനപ്പോൾ ഇന്നിപ്പോൾ ഇതേ ഉപ്പേരി ആക്കി എടുത്ത് നോക്കണേ. നമ്മുടെ ഉള്ളിയും മുളകും വേപ്പിലയും കൂടി ചതച്ച് കുത്തിപ്പൊടി മുളകൊക്കെ ഇട്ടിട്ട് ആക്കില്ലേ, അതാണ് കേട്ടാ. അതാ ചക്ക മെഴുക്ക് കൂട്ടി ഇതാ റെഡിയായി. അപ്പൊ ചക്കയ്ക്ക് ഇത് വറക്കാൻ വേണ്ടിട്ട് റെഡിയായി. സമയം കുറച്ച് നേരമായിട്ട് ഒരു അരിക്ക് ആയിട്ടുണ്ട്. ആദ്യമേ ഒരു കഷ്ണം ഒന്ന് ഇട്ട് നോക്കട്ടെ. ഇതാ ആയിട്ടുണ്ട്. കണ്ട ഒരു കഷ്ണം ഉണ്ടപ്പോൾ അത് പെട്ടെന്ന് പൊന്തി വരും. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ പാകമായി എന്നാണ് കേട്ടാ. ഒരു 2 പ്രാവശ്യം ആയിട്ട് വറക്കാവുന്ന രീതിയിലാട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറക്കണത്. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചക്ക വറക്കൽ കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വൈകിട്ടുള്ള ഭക്ഷണം കണ്ട ചക്കീന്ന് കേട്ടാ. ഇതും അവസാനിപ്പിച്ചു. പിന്നെ ഈ ചക്ക വറുത്തത് അത് പിന്നെ ഒരു ഭംഗിക്ക് വേണമെന്ന് വെച്ചോണ്ടാ ഈ നേരത്ത് വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കാനായിട്ട്. എണ്ണയുടെ കാരണം ഇന്ന് കഴിക്കണില്ല. ഇത് വെറുതെ കഴിക്കാൻ ഏറ്റവും രസം അത്. അയ്യോ കുട്ടികൾ മാമണ്ണ അത് വെള്ളം കുടിച്ചിട്ട് വരും. കല്യാണി എങ്ങടെ നോക്കിക്കണവാ. റോണാട്ടപ്പോൾ വെള്ളം കുടിച്ചിട്ട് വേമ്പാ. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് നമുക്ക് 3 ലക്ഷം സബ്ബായതിൻ്റെ ആഘോഷം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കൂടിയാട്ടാ. അതായത് അവർക്ക് ചിക്കൻ ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കില്ല. പക്ഷേ ചിക്കൻ്റെ കൂടെ നമ്മൾ മത്തങ്ങയോ അല്ലെങ്കിൽ ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ കൂടി ഒരുമിച്ച് വേവിച്ചിട്ട് കൊടുക്കാറ്. ഇന്ന് പക്ഷെ അതൊന്നുമില്ല, ചിക്കൻ മാത്രം വേവിച്ചിട്ടാ കുറച്ച് ചോട്ടിട്ട് പുറത്ത് നോക്കണേ. വാ പൊന്നോ, കുടിച്ചോ? വെള്ളം കുടി കഴിഞ്ഞ റൊണാൾഡോ മോൻ്റെ ഓടി വാ വാ. എന്താ പൊന്നു ഇത്ര ദാഹം? പൊന്നു ഓടി വാ വാ. ഇനി മാമൂലിട്ട് വെള്ളം കുടിക്കാം വാ. റൊണാൾഡോ മോനെ നോക്കിയ എന്താ പറയുക, എല്ലാവരും 2ാം ട്രിപ്പ് മാമുണ്ട് തുടങ്ങിയിട്ടാ. റൊണാൾഡോ മോൻ്റെ ചോറ് ദേ പോയിട്ട് നമ്മുടെ നെയ്മർ കൂട്ടം കഴിച്ചു തുടങ്ങി. റൊണാൾഡോ മോൻ്റെ ചോറ് വേണ്ടാന്ന്. റൊണാൾഡോ മോൻ പറയാം എനിക്ക് മത്തക്കും കാറ്ററിക്കുള്ള ഗുണം മതിയെന്ന്. എന്നാ പോലെ നോക്കി പോയി നിൽക്കണേ. ദേ അറ്റത്ത് പോയി നിൽക്കാള്. ഓടി കഴിയോ? എന്തേ മാമക്ക് ഇതേവരെല്ലാവരും കഴിക്കണ്ട കേട്ടാ. വേണമെങ്കിൽ ഇരിക്കണ്ട, ഓടി വാ. വേണം മാമ അയ്യോ പിളക്കുകൂട്ടെ. ഓടി വാ ഓടി വാ. കണ്ടോ എൻ്റെ മോൻ്റെ മാമക്ക് ഇത് കൊണ്ടൂര്. വാട പൊന്നോ, ഇനി ഒന്ന് മത്തക്കിട്ട് വേവിക്കിട്ട് വരുമോ ചിക്കനില്? അമ്മയുടെ പൊന്നോ മോൻ ഇന്ന ദിവസം മത്തങ്ങില്ലാത്ത മാമുണ്ടാവാ. വായോ വേണമെങ്കിൽ നമ്മൾ വിചാരിച്ചു എന്താ പറയുക, ഇവർക്ക് ചിക്കൻ മാത്രം കൊടുക്കുമ്പോൾ എല്ലാവരും ഇഷ്ടമാവുന്നത്. അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. റൊണാൾഡോ മാത്രമായിട്ട് പടങ്ങി നടക്കണേ. ഇനിയിപ്പോൾ അവന് ഇത്തിരി മത്തങ്ങ കിട്ടി വേവിച്ച് കൊടുക്കും. ഞാൻ അല്ലാണ്ട് ഇപ്പം എന്നിട്ട് ചെയ്യാം. അവൻ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്ന് തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ ഏറ്റവും ഈ ഭക്ഷണം കഴിക്കുന്ന ആളും ഇത്തിരി ഉണ്ടുമണിയായിട്ട് ഇവരെക്കാളൊക്കെ തടിയുള്ളത് റൊണാൾഡോ മോനാണ്. പക്ഷെ ആളൊന്ന് പണങ്ങി നോക്കിയാൽ ബാക്കി എല്ലാവരും നന്നായി കഴിക്കണം. അപ്പം നമുക്ക് ഇന്ന് 3 ലക്ഷം സബ്ബായി. പക്ഷേ ഒന്നുമില്ല കേട്ടാ. സന്തോഷം മാത്രം. പിന്നെ ആഘോഷം എന്ന് പറയുന്നത്
നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇവരെ കൂടെ, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കൂടെ. അല്ലാണ്ട് നമ്മുടെ ലോകം ഇപ്പോൾ ഇവരെ ഇതായി. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ എല്ലാവരും. പിന്നെ റൊണാൾഡോ മോന് ഇനിയിപ്പോൾ ഭക്ഷണം കൊടുക്കണം കേട്ടോ, അവന് ഇഷ്ടമുള്ളത്. ബാക്കി എല്ലാവരും കഴിക്കല് കഴിഞ്ഞിട്ട് പിണങ്ങിയിരിക്കും. ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട് കണ്ടോ, പിണങ്ങിയിരിക്കും ഇവിടെ. മാമു ചെറുട്ട് പോണേ. അതിൻ്റെ ഇടയിൽ കല്യാണി സമ്മതിക്കും വല്ലവരും തൊടാൻ. ഭയങ്കര സാമർത്ഥ്യമല്ല, അവളെ മാത്രമല്ലേ തൊടാൻ പാടുള്ളൂ. അപ്പോൾ അവൾക്ക് എൻ്റെ അടുത്ത് നിൽക്കണം, ഷായൻ്റെ അടുത്ത് നിൽക്കണം. അപ്പോൾ 2 വഞ്ചിയിലും കാലിട്ടിട്ട് നിൽക്കണം നമ്മുടെ കല്യാണി കുട്ടി. അപ്പോൾ ഒരുപാട് സന്തോഷം, എല്ലാവരോടും ഒരുപാട് നന്ദി. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അത് സത്യമാണ് ഇവിടെ വരെ എത്തുന്നുള്ളത്. 3 ലക്ഷം സബ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഷായനോട് പറയുന്നുണ്ട്, എനിക്കൊന്നത് വിശ്വസിക്കാനും കൂടി പറ്റണില്ല. അല്ല സ്മിത മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് 1 ലക്ഷം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആരാ പറഞ്ഞോ എല്ലാവരും ഒരു സപ്പോർട്ടും കൊണ്ട് നമ്മളിങ്ങനെ വന്നു എന്നുള്ളോ. അതന്നെ ചിന്തിക്കാൻ പറ്റില്ല. എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. ഭഗവാന്റെ അനുഗ്രഹം നന്നായിട്ടുണ്ടെന്നോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഞാൻ അവിടെ എത്തില്ല, അത് ഉറപ്പാണ് എനിക്ക്. കാരണം ഞാൻ ആഗ്രഹിച്ചതല്ല എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്, ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊരു കാര്യമാണ് ഞാൻ ഈ യൂട്യൂബിലേക്ക് വന്നതും 3 ലക്ഷം സബ്ബായി എന്നുള്ളതും. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും എല്ലാവരും ഒക്കെ യാദൃശ്ചികമായിട്ട് ഞങ്ങളുടെ വന്നു പെട്ടു. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാ സന്തോഷം. അപ്പൊ നിർത്തല്ലേ. അപ്പൊ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ നമ്മുടെ 3 ലക്ഷം ആയതിന്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്